ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മോമിക്കോം കേരള. അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മത്തി അച്ചാറാണ്. ചെറിയ ടൈപ്പ് മത്തി വെച്ച് നമുക്ക് എങ്ങനെ അച്ചാർ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കിലോ ചെറിയ ടൈപ്പ് മത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇനി ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് തിരുമ്മി നമുക്കിതൊന്ന് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഈ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയാണിത്. ഇനി നമ്മളിവിടെ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഒരു 10-40 അല്ലി വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് വലിയ സൈസ് വെളുത്തുള്ളിയാണ്. പിന്നെ ഇത് 2 കഷ്ണം ഇഞ്ചി, ഇത് നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒരു 1/2 പോർഷൻ വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കും. ബാക്കി ഇഞ്ചി നമ്മളിങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കും. പിന്നെ ഒരല്പം കറിവേപ്പില, പിന്നെ 2-3 വറ്റൽമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം കായം. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴും നമ്മൾ അരപ്പ് പുരട്ടി വച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ടിട്ട് മൊത്തം വറുത്തെടുക്കാം. നല്ല ഡീപ്പ് ഫ്രൈ ആയിരിക്കണം, കരിഞ്ഞു പോകാനും പാടില്ല. എന്നാൽ നല്ല പോലെ ഫ്രൈ ആയി കിട്ടുകയും വേണം. ഇതാ അങ്ങനെ നമ്മുടെ മീനെല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ക്രിസ്പിയാണ്. ഇതാ ഞാനിങ്ങനെ ഇട്ട് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ട് കേൾക്കാമല്ലോ. അത്ര ക്രിസ്പിയാണ്, എന്നാൽ കരിഞ്ഞു പോയിട്ടുമില്ല. ഇതുപോലെ ഒരു പരുവത്തിലായിരിക്കണം. തീരെ ചെറിയ ടൈപ്പ് മത്തി ആയതുകൊണ്ടാട്ടോ ഞാനിത് മുറിക്കാതെ ഫുള്ളായിട്ട് എടുത്ത് വറുത്തത്. ഇനി നമുക്ക് വേറൊരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് ഞാൻ ആ മത്തി വറുത്ത ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത്ര ഓയിൽ നമുക്ക് തികയില്ല, അപ്പോൾ അതുകൊണ്ട് ബാക്കി കുറച്ച് ഓയിൽ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഉപയോഗിക്കണേ. ഇനി ഈ ഓയിലൊന്ന് ചൂടായി വരണം. ഇതാ അങ്ങനെ നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ആവശ്യത്തിന് കടുകും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ട് പൊട്ടിക്കാം. ഉലുവയും കടുകും നന്നായി പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന കായത്തിൻ്റെ കഷ്ണവും പിന്നെ ആ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതൊന്ന് വഴന്നു വരുമ്പോഴേനും നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ കൂടി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതാ അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഈ സമയം തീ കുറച്ച് വെച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. നന്നായിട്ട് മൂക്കണം, നന്നായിട്ട് മൂത്ത് കളറ് മാറണം. തീ ലോ ഫ്ലെയിമിലായിരിക്കും വേണം. അതാ അങ്ങനെ നമ്മുടെ പൊടിയെല്ലാം ഇവിടെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതാ അങ്ങനെ നമ്മുടെ അച്ചാറിൻ്റെ ഗ്രേവി ഇവിടെ റെഡിയായി. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി, അതായത് കുറച്ച് ചൊറുക്കയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിവിടെ നന്നായി ഇരുന്ന് തിളച്ചു. ഈ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന മീനെല്ലാം ഇതിലേക്കിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതങ്ങനെ നമ്മുടെ മീനച്ചാർ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, പറയാനേ വയ്യ, അത്ര രുചിയാണ്. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലായി കാണുമല്ലോ അത്ര ടേസ്റ്റാണെന്ന്. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല, പുറത്ത് വെച്ചാൽ മതി. ഞങ്ങൾക്ക് പിന്നെ ഇത് ഒരാഴ്ച ഉണ്ടാവുള്ളൂ. ഒരാഴ്ചയും കൊണ്ട് ഇതിൻ്റെ കാര്യം തീരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട
കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പിയായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.